ഞാൻ നിങ്ങളുടെ സ്വന്തം അജികുമാർ നിരക്കണ്ടം. ഞാനിപ്പോൾ നിൽക്കുന്നത് മയിലാടുംപാറ എന്നൊരു സ്ഥലത്താണ്. ആ സ്ഥലത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മയിലാടുംപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. മയിലാടുംപാറ സ്ഥലം എന്ന് പറയുന്നത് വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏലം ഗവേഷണ ഇത് നടക്കുന്ന സ്ഥലമാണിത്. ഒരു റിസർച്ച് ചെയ്യുന്ന സ്ഥലമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഏലത്തോട്ടം കൃഷി മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഏല ഉൽപ്പാദനം നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഉടുമ്പൻചോല മേഖല എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിൽ തന്നെ പേരുകേട്ട സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടുത്തെ അറിയപ്പെട്ട മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡാണ്. അപ്പോൾ വണ്ടികളെല്ലാം വീട്ടിൽ കയറിയിട്ട് മഴക്കാലമായതുകൊണ്ട് ചിലരൊന്നും ഓടുന്നില്ല. കാലാവസ്ഥയൊക്കെ വളരെ മോശകരമായി നിൽക്കുന്നൊരു സമയം. നമുക്കെല്ലാവർക്കും അറിയാം, മഴ വളരെ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ വഴി ഓട്ടം പോയപ്പോൾ എനിക്ക് ഈ ദൃശ്യം നിങ്ങളിലേക്കൊന്ന് പകർത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ല രസമാണ്. ഇവിടെ വന്നത് കാഴ്ച കാണാനും. അതുപോലെ ഈ കാണിക്കുന്ന റോഡ് നമുക്ക് ഇവിടെ അടിമാലി പോകുന്ന റോഡും അതിലെ നേരെ മൂന്നാർ പൂപ്പാറ പോകുന്ന റോഡുമാണ്. ഇപ്പം അതും തിരിച്ച് അവിടെ കൊണ്ടാണ് നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് മാറുന്നത്. അപ്പോൾ നല്ല ദൃശ്യ മനോഹരതയാണ് ഇവിടെ വന്ന് കാണുന്നത്. അപ്പം ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഒരുപാട് കൂട്ടുകാർ എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. അങ്ങനെയാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് പോരായികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രസമാണ്. ഇവിടെ വന്ന് കാഴ്ചക്കാരൻ മൂന്നാർ പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ നിർത്തി ഇവിടെ എല്ലാം കയറി കണ്ട് നല്ല സന്തോഷകരമായിട്ടൊക്കെയാണ് ഇതിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അതുപോലുള്ള വിശേഷങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ. അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏലം ഗവേഷണ കേന്ദ്രമാണ്. നിങ്ങൾക്ക് ഇത് കാണിക്കുന്ന മാക്സിമം നമുക്ക് അകത്തോട്ട് നമ്മളെ കയറ്റി വിട്ട് ഇതിനകത്ത് വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഉള്ള പാസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ പുറ ഏരിയയാണ്. അതിങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണത്. ഞാനത് ഫുള്ളൊന്നും നിങ്ങളിൽ എത്തിക്കാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട് ഏരിയ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മയിലാടുംപാറയിലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു റിസർച്ച് സ്ഥലമാണ് ഇത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടുത്തെ ചെറിയ ഒന്നോ രണ്ടോ കടകളൊക്കെ ഉള്ളൂ. 2 ചായക്കടകളും 2 ഇതൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ കടയാവെന്ന് പറയാനോ വലിയ ഇതൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മയിലാടുംപാറയിലെത്തി. ഇവിടെ ഒരു ചായക്കടയുണ്ട്. നമ്മുടെ ഒരു ചേച്ചിയുടെ ചായക്കടയാണ്. അവിടെ ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞ ചേച്ചി ജ്യോതി എന്നാണ് ചേച്ചിയുടെ പേര്. ഈ ഇതിന്റെ ഉടമയാട്ടോ, ഇതിന്റെ മുതലാളിയാണ് കേട്ടോ. അങ്ങനെയൊന്നും വേണ്ടതാ ചേച്ചി പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ അടുത്ത ഒരു മെയിൻ ആള് ഇപ്പുണ്ട്. നമ്മൾ 2 ചായ ആവശ്യപ്പെട്ടായിരുന്നു. അണ്ണന്റെ പേരെന്ന് പറഞ്ഞാ മണികണ്ഠൻ. അദ്ദേഹന്റെ ചായയൊക്കെ നമുക്ക് വേണ്ടി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. വാഴക്കൊലകളും എല്ലാം അടിച്ച് പൊളിച്ച് തൂക്കിയിട്ടത്, എല്ലാവിധ കടി കണ്ടോ. നല്ല മഴക്കാല സമയം, നല്ല മഴയത്ത് നിന്നാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചിത്രീകരിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു, പിന്നെ ബജ്ജിയൊക്കെ ചൂടോടെ ഇട്ട് തരാൻ മോനേന്നും പറഞ്ഞു. ഇത് കണ്ടോ, നിങ്ങളിത് കണ്ടോണം. ഇനി നിങ്ങൾ ഈ മയിലാടുംപാറ സൈഡിലൂടെ വരുവാണെങ്കിൽ നമ്മുടെ കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് കേട്ടോ. എൻ്റെ നാട്ടിലുള്ള പ്രേക്ഷകർക്കെല്ലാം വേണ്ടിയാണ് കേട്ടോ. അവിടെ ഇതിൽ മൂന്നാറൊക്കെ പോയി വരുമ്പോഴത്തേനും മയിലാടുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തുക. ജ്യോതി ചേച്ചിയുടെ കട ചോദിച്ചാൽ മതി. കറക്റ്റായിട്ടും ഇവിടെ നിർത്തി ചായ കുടിച്ച് കേട്ടോ. ഇതുപോലെ നല്ലൊരു ചേച്ചിയാണ് കേട്ടോ. നമ്മളെപ്പോൾ വന്നാലും സന്തോഷമായിട്ട് കണ്ടില്ലല്ലോടാന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് കേട്ട് പറഞ്ഞേ വിടത്തുള്ളൂ. നിങ്ങളതെല്ലാം കാണാം. മുളക് ബജ്ജി, ഒരു മുട്ടയൊക്കെ ഉണ്ട്, അല്ലാത്ത വാഴക്ക ബജ്ജി, ഇതെല്ലാം ചേർന്ന് 10 എണ്ണത്തിനാണ് 40 രൂപ മേടിക്കുന്നത്. അപ്പം വരിക, നല്ല ചായയൊക്കെ കൂട്ടി ബജ്ജി വയർ നിറച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാം. ഓക്കെ. അപ്പം ഞാനും കുഞ്ഞും കൂടാണ് വന്നത്. ചായയെ കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് സന്തോഷമായിട്ട് ഇറങ്ങുകയാണ്.